നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഡിറ്റർമിൻ ദ മോഡുലസ് ഓഫ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ബ്രാസ് റോഡ് ഓഫ് ഡയാമീറ്റർ. നമുക്ക് ഇലാസ്റ്റിസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടതാണ്. ഇലാസ്റ്റിസിറ്റി ആണ്. ഡയാമീറ്റർ തന്നിട്ടുള്ളത് 25 mm ആണ്, കുഴപ്പമില്ല. ലെങ്ത് തന്നിട്ടുണ്ട് 250 ആണ്, അതും mm കുഴപ്പമില്ല. പിന്നെ എന്താ തന്നിട്ടുണ്ട്? സബ്ജക്റ്റ് ടെൻസൈൽ ലോഡ് ഓഫ് ഫോഴ്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? 50 കിലോ ന്യൂട്ടൺ ആണ്. എത്രയാണ്? 50 കിലോ ന്യൂട്ടൺ. 50 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 50 × 10⁻³ ന്യൂട്ടൺ ആണ്. പിന്നെ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ അല്ലെ. ഡെൽറ്റ എൽ വലിപ്പം കൂടിയിട്ടുണ്ട്. എക്സ്റ്റൻഷൻ കുറച്ച് കൂടിയിട്ടുണ്ട്. എത്ര കൂടിയിട്ടുണ്ട്? 0.3 mm കൂടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നേരത്തെ ചെയ്തതുപോലത്തെ പ്രോബ്ലം അല്ലേ. എന്തൊക്കെയുണ്ട്? എക്സ്റ്റൻഷൻ ഓഫ് ദ റോഡ് തന്നിട്ടുണ്ട് അല്ലെ. ദാറ്റ് മീൻസ് നമുക്കറിയേണ്ട എക്സ്റ്റൻഷൻ ഓഫ് ദ റോഡ് ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു PL/AE ആണ്. പക്ഷെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത് ഇ ആണ്. അപ്പൊ ഇനെ അങ്ങോട്ട് കൊണ്ടുപോയാലോ ഈസ് ഈക്വൽ ടു PL/A × ഡെൽറ്റ എൽ എന്ന് വരൂലേ. ഈ എല്ലിനെ അങ്ങോട്ട് കൊണ്ടുപോയി ഇനെ അങ്ങോട്ട് കൊണ്ടുപോയി. ഓക്കെ, ദാറ്റ് മീൻസ് പി എത്രയാണ്? പി നമുക്ക് തന്നിട്ടുണ്ട് 50 × 10⁻³ വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇൻറ്റു പിന്നെന്താണ്? എൽ ലെങ്ത് തന്നിട്ടുണ്ട് 250 മീറ്റർ ആണ്. 250 അത് എഴുതുക. ഡിവൈഡഡ് ബൈ എ എത്രയാണ്? എ നമുക്കൊന്ന് കണ്ടുപിടിക്കേണ്ടത് ഡയാമീറ്റർ ആണ് അല്ലെ. അപ്പൊ എ ഇസ് ഈക്വൽ ടു ഡയാമീറ്റർ തന്നാൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള π/4 d² ആണ്. ദാറ്റ് മീൻസ് π/4 × d എത്രയാണ്? ഡയാമീറ്റർ എത്രയാണ്? 25 ആണ്. 25ന്റെ സ്ക്വയർ 25 mm². ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കൂ. π × ഷിഫ്റ്റ് അടിക്കുക, EXP അടിക്കുക, π വരും. ഇൻറ്റു 25ന്റെ സ്ക്വയർ അടിക്കുക, ഹരിക്കണം 4 അടിക്കുക. ആൻസർ ഇസ് 490.87 എന്ന് വരും. ഓക്കെ, ദാറ്റ് മീൻസ് അതിവിടെ കൊടുക്കുക. ഇതിന്റെ പകരം 490.87 ഇൻറ്റു എന്താ വേണ്ടത്? ചേഞ്ച് ഇൻ ലെങ്ത് 0.3 ആണ്. ഇതും ചെയ്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഇടുക. 50 ഇൻറ്റു ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണ്ടോ? 50 × 250 × 1000 അല്ലെ. 10⁻³ പകരം 1000 എന്ന് കൊടുക്കുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഹരിക്കണം. എന്ത് ചെയ്യാം? 490. അപ്പൊ ഹരിക്കണ സമയത്ത് എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണം. 490.87 × 0.3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ആൻസർ അടിക്കുക. ആൻസർ വരുന്നത് 84 88 3.3. ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? മെഗാ പാസ്കൽ ഓർ Nm/mm². ഓക്കെ, Nm/mm². 84 88 3.3 മെഗാ പാസ്കൽ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 84 88 3.33. ഓക്കെ, 10⁻⁻. ഇവിടെ Nm/m² ആണ്. പക്ഷെ നമ്മൾ എഴുതിയിട്ടുള്ളത് മെഗാ പാസ്കൽ അഥവാ Nm/mm² ആണ് എഴുതിയിട്ടുള്ളത്. ആ mm² ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 10⁻m² മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ 10�6 മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ തന്നെ എഴുതിയാൽ തന്നെ ആൻസർ ആയി. Nm/mm² എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. ക്ലിയർ ആണോ? നിങ്ങൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് m²ലേക്കൊന്നും മാറ്റാൻ നിൽക്കേണ്ട ആവശ്യമില്ല.